السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم الذي السلام. أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. وما زلنا ندرس الدرس 28 من دورة الثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്റർ 28ാം പാഠമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? 28 പഠിച്ചിട്ടുണ്ട്. 27 ഓക്കെ, എന്നാ 27. ശരി. പേജ് നമ്പർ 84 بعد المئة. 84 بعد المئة. ما شاء الله. لا 5 85 من 85 80 رقم 12. تمرين رقم 12. تمرين رقم 12. تمرين رقم 12. تأمل ما يلي. അതായത് എക്സസൈസ് നമ്പർ 12 എന്നർത്ഥം. തമാരീൻ എന്ന് പറഞ്ഞാൽ എക്സസൈസസ് പ്ലൂറലായി. അപ്പോ തഖൂലു കൂൽ, അതായത് വാവിന് സുക്കൂനാണ് ശരിക്കും വരിക, കൂൽ. കാരണം കൽപ്പനക്രിയ വരുമ്പോൾ ഇഫ്തഹ് എന്ന് വരുമ്പോ ഇഫ്തഹ് എന്ന് വരും. അപ്പൊ ശരിക്ക് യഖൂലു എന്ന് പറയുമ്പോഴത്തേക്ക് യഖൂലുവിൽ നിന്നും കൂൽ എന്നാണ് വരേണ്ടത്. പിന്നെ അതിനെന്താവും? അവസാനത്തിന് സുക്കൂൻ വന്നതുകൊണ്ടാണ് ആ മധ്യത്തെ വാവ് കളഞ്ഞത്. 2 സുക്കൂൻ ഒരുമിച്ച് വരാത്തതുകൊണ്ട്. അങ്ങനെയാണ് കുൽ എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തഖൂലു ഖൂൽ വഖുൽ ലാ യൽതഖി സാകിനാൻ. ലഖിയ യൽഖ എന്ന് പറഞ്ഞാൽ ഇൽതഖ യൽതഖി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. ഇൽതഖ ജംആനി എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. ഇൽതഖൽ ജംആനി. ഇൽതഖ ലാ യൽതഖി സാകിനാനി. 2 സുക്കൂൻ ഒരുമിച്ച് വരില്ല. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതാ നിയമപ്രകാരമാണ് കുൽ എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് ദീർഘം പോയത്. കൂൽ എന്നാണ് വരേണ്ടത്. പിന്നെ കുൽ എന്നാകാൻ കാരണം അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തസൂമു എന്തായിരിക്കും അതിന്റെ കൽപ്പനക്രിയ? സും. തഖൂമു. തകൂനു. തസൂറു. സുർ. തطوفു. طف. تعود. عد. تتوب. تب. تذوق. ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? ദുഖ്. യക്രമായില് വായിക്കും. ഒരാൾ വായിക്കും. അല്ലവൽ സുർനി ഗദൻ യാ മുഹമ്മദ്. സുർനി ഗദൻ യാ മഹ്മൂദ്. എന്താർത്ഥം? എന്നെ നാളെ വന്ന് കാണൂ. എന്നെ നാളെ കാണൂ. Visit me tomorrow. visit me tomorrow യാ മഹ്മൂദ്. ഓ മഹ്മൂദ്. അസാനി അടുത്ത വായിക്കും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു മണിക്കൂർ. കം ബാക്ക് ആഫ്റ്റർ ആൻ അവർ. കം ബാക്ക് ആഫ്റ്റർ ആൻ അവർ. 1 o'clock അല്ലേ വരിക? 1 o'clock അല്ല. 1 o'clock എന്താ പറയാ? അല്ല, ഇവിടെ നാളെയാണല്ലോ. അത് കഴിഞ്ഞ് അത് തംരീൻ വാഹിദാണ്. അല്ല, അത് റഖം വാഹിദാണ്.
അത് കഴിഞ്ഞ് ഇത് സിനൈനാണ്. ഉം. അവിടുത്തെ പോയിന്റ് സാറെ സൂറുവിന്റെ കൽപ്പനക്രിയ ഉപയോഗിച്ചെന്നുള്ളത്, ഇവിടുത്തെ പോയിന്റ് ആദ്യ ഉദുവിന്റെ കൽപ്പനക്രിയ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അത് വെച്ച് ഒരു സെന്റൻസ് പറഞ്ഞതേ ഉള്ളൂ, ഓക്കെ അത് ഇതുമായിട്ട് കണക്ഷൻ ഇല്ല. 1 മണിയാണെങ്കിൽ എന്ത് പറയും? ഓക്കെ 1 മണിയാണെങ്കിൽ എന്ത് പറയും? സഹർ. അസ്സാഅത്തുൽ വാഹിദത്തു, അസ്സാഅത്തുൽ വാഹിദത്തു. അപ്പൊ അത് ബഅദ അസ്സാഅത്തുൽ വാഹിദത്തി, കം ബാക്ക് ആഫ്റ്റർ 1 o'clock. വ്യത്യാസം, നമ്മൾ ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ ഏതാണ്ട് അഡ്വാൻസ് സ്റ്റഡിയിലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ 2ാം ഭാഗമായി. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? സാഅത്ത് പറയുമ്പോൾ അസ്സാഅത്തുൽ വാഹിദത്തു, അസ്സാഅത്തു സാനിയത്തു, അസ്സാഅത്തു സാലിസത്തു, ഇങ്ങനെയാണ് പോവുക സാഅത്ത് പറയുമ്പോൾ. അപ്പൊ സാഅത്ത് പറയുമ്പോഴത്തേക്ക് അലിഫ് ലാം ഉപയോഗിച്ചിട്ടാ പറയാ, അസ്സാഅത്തുൽ വാഹിദത്തു, അസ്സാഅത്തുൽ വാഹിദത്തു. بعد الساعة الواحدة عود بعد الساعة الواحدة എന്ന് പറഞ്ഞാൽ കം ബാക്ക് ആഫ്റ്റർ 1 o'clock. ഇവിടെ എന്താണ്? عود بعد ساعة after an hour, after 1 hour, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുമെന്ന്. അസാലിസ്, അടുത്തയാൾ വയ്ക്കും. മിൻ ഹുനാ വജ്ലിസ് ഹുനാക. എന്താ അർത്ഥം? ഇവിടെ നിന്ന് എഴുന്നേൽക്കൂ, അവിടെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ പോയിരിക്കേ. ഉസ്താദെ, ഉദ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരൂന്നല്ലോ, 1 മണിക്ക് ശേഷം മടങ്ങൂ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന ആളോടാണ് പറയുന്നതെങ്കിൽ മടങ്ങി വരൂ എന്ന് പറയാം. പോയ ആളോടാണ്, അല്ല വന്ന ആളോടാണ്, പോകാൻ പോണ ആളോടാണെങ്കിൽ വന്നിട്ട് പോയിട്ട് മടങ്ങി വരാൻ പറയാം. അതല്ലെങ്കിൽ വന്ന ആളോടാണെങ്കിൽ നിനക്ക് മടങ്ങി പോകാം എന്ന് പറയാം. വന്ന് പണി ചെയ്തിട്ടിരിക്കുകയാണ്, അപ്പൊ എപ്പോ പോണെന്ന് ചോദിച്ചാൽ മടങ്ങി പൊയ്ക്കോളാം എന്ന് പറയാം. എന്തായിരുന്നാലും പറയാം. ശരിക്കും ആവർത്തിക്കുക എന്നാണ്. മടങ്ങി ആവർത്തിച്ചു, മടങ്ങി ആവർത്തിച്ചു എന്ന അർത്ഥത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ആദയഊദു വമൻ ആദ ഫയന്തഖിമുല്ലാഹു. എന്താർത്ഥം? മടങ്ങി വന്നാലെന്നല്ല, വീണ്ടും ആവർത്തിച്ചാൽ. അറാബിയ, അടുത്ത ആള്. നാളെ നോമ്പ് പിടിച്ചോ? ഇന്ന് നോമ്പ് പിടിച്ചവര് നാളെ പിടിക്കണ്ട, തിങ്കളാഴ്ച പിടിച്ചാൽ മതി. അൽഖാമിസ്, ആദത്താമു എന്നെന്തുകൊണ്ട് പറഞ്ഞു? ദുഃഖ കഴിഞ്ഞാല് മഫ്ഊലും ബിഹിയാണ് വേണ്ടത്. ആദ കഴിഞ്ഞാൽ അല്ല വരുന്നതാണെങ്കിൽ ആദ ഒഴിവാക്കിയിട്ട് നോക്കണം. ആദയ്ക്ക് ശേഷം അൽ ഉള്ളതാണെങ്കിൽ ആദയ്ക്ക് പ്രത്യേകിച്ച് റോളില്ല. അവിടെ റോളില്ല എന്ന് പറഞ്ഞാൽ ഗ്രമറ്റിക്കലി റോളില്ല എന്നല്ല എൻ്റെ അർത്ഥം, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിയിട്ട് നോക്കിയാൽ നമുക്ക് ഗ്രാമർ പൊസിഷൻ അറിയാൻ പറ്റും. അപ്പൊ ദുഃഖ് എന്തിനാ ദുഃഖ ചെയ്യണം? താമിന് മഫ്ഊൽ ആയതുകൊണ്ട് ദുഃഖ് ഹാദ തആമ യാ അഖി. അസ്സാദിസ്, തുബ് ഇലല്ലാഹി അയ്യുഹൽ മുസ്ലിമു. അയ്യുഹൽ മുസ്ലിമു ഏകവചനമായതുകൊണ്ടാണ് തുബ് എന്ന് പറഞ്ഞത്. തുബ് ഇലല്ലാഹി അയ്യുഹൽ മുസ്ലിം. എന്താർത്ഥം? മുസ്ലിമേ, അള്ളാഹുലേക്ക് മടങ്ങൂ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ. അസ്സാബിഅ, എന്താർത്ഥം? അവനോട് പറയുക, അവന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അതെ, മനസ്സിലായി. അതിന് മുമ്പ് അവന് അറബി ഭാഷ മനസ്സിലാകുകയില്ല. ഈ സംഭാഷണം അവന്റെ ഭാഷയിലേക്ക് പറഞ്ഞു. അസാമിൻ, സാമിൻ പറയും. എന്താർത്ഥം? കഅബയെ തവാഫ് ചെയ്യൂ. നമ്മൾ ഖുർആൻ പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ബീക്ക് കൊണ്ടെന്ന് അർത്ഥം പറഞ്ഞത്.
അപ്പൊ അതേപോലെ അതിന്റെ ഒരു ഉദാഹരണമാണ് തുഫ് ബിൽ കഅബ എന്ന് പറഞ്ഞാൽ കഅബയെ കൊണ്ട് ത്വാഫ് ചെയ്യാൻ, കഅബയെ ത്വാഫ് ചെയ്യാൻ. അവിടെ ത്വാഫയുടെ കൂടെ വരുന്ന ഒരു പ്രിപ്പോസിഷനാണ് ബി. അത്താശെ قال الله تعالى لرسوله صلى الله عليه وسلم ولله المشرق والمغرب. എന്താ പറഞ്ഞ ഖാലല്ലാഹു തആല لرسوله صلى الله عليه അങ്ങനെ وسلم. റസൂലിഹിൻ തന്നെയാണ് ആദ്യം വായിച്ചത്. അതെ. ഓക്കെ ഞാൻ വിചാരിച്ചു ബഹുവചനാണ്. എന്താ അർത്ഥം? ولله المشرق والمغرب. ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹു തആല റസൂലിനോട് പറയാൻ പറഞ്ഞു. الخامسة عشر التمرين الخامسة عشر അല്ലെങ്കിൽ التمرين الخامس عشر. التمرين الخامس عشر تأمل ما يلي. لا تقول എന്ന് പറയുന്നത് ലാ എന്ന് പറഞ്ഞാൽ ഇവിടെ വിരോധക്രിയയുടെ ലാ രണ്ട് തരം ലായുണ്ട്. ഒന്നെന്താണ് നെഗറ്റീവ് ലാ, ഒന്ന് നെഗറ്റീവ് ലാ, ഒന്ന് എന്താ പറയാ പ്രൊഹിബിഷൻ ലാ. ഒന്ന് വിരോധക്രിയയുടെ ലാ. വിരോധക്രിയയുടെ ലാ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ളതിന്റെ അവസാനം സുക്കുൻ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻ ലാം ലമ്മ ലാമുൽ അംർ, അല്ല ലാമുൽ അംർ അതല്ല, ലാം ലൻ നാഹിയ, ലൻ നാഹിയ നഹിയുടെ ലാം. ലാമുൽ അംർ എന്ന് പറയുന്നത് ലിയഖുൽ പറയുന്ന ലാമുൽ അംറാണ്. ലാ അൻ നാഹിയ വിരോധക്രിയയുടെ ലാ വന്നാൽ എന്ത് ചെയ്യണം? ജസ്മ ചെയ്യണം. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘം എവിടെയും പോകും. ലാ തഖുൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് നമുക്ക് പ്രശ്നമില്ല. السادس عشر أدخل لن ناهية على الأفعال الآتية. لن ناهية എന്ത് ചെയ്യണം? തുടർന്ന് വരുന്ന ക്രിയകൾ ചേർക്കണം. تزور لا تزر تقوم لا تقم تصوم تطوف لا تطوف تبول. ഈ വാക്കുകളെല്ലാം നേരത്തെ പറഞ്ഞാണ്. തബൂല് പറഞ്ഞില്ല എന്ന് തോന്നുന്നല്ലേ? അതിന് മുമ്പത്തെ ക്ലാസ് വന്നിട്ടുണ്ട്. ലാ തബുൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസാബിയത്ത് അഷർ യഖ്റ മായലി വായിക്കും. എന്താ അർത്ഥം? ഇങ്ങനെ പറയരുത്. ഇങ്ങനെ പറയരുത്. അസാനി ലാ എന്താ അർത്ഥം? വൈകുന്നേരം എന്നെ സന്ദർശിക്കരുത്. വൈകുന്നേരം സന്ദർശിക്കരുത്. വൈകുന്നേരം ഉറങ്ങാനുള്ള സമയമാണ്, അതുകൊണ്ടാണ് വൈകുന്നേരം സന്ദർശിക്കരുത്. അസാലിസ് എന്താ അർത്ഥം? ഖബറിനെ നോഫ് ചെയ്യരുത്. ഖബറിനെ വലം വെക്കരുത്. അറാബിയ എന്താ അർത്ഥം? ഏത് ദിവസം നോമ്പ് പിടിക്കരുത്. കാരണം അത് ഹറാമാണ്. ലാ തസും യൗമൽ ഈദ്. അപ്പൊ യൗമ് എന്താ പറയാ ലർഫായത് കൊണ്ടാണ്, ജമാൻ സമയത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് യൗമിന് നസ്ബ് കൊടുത്തത്. അടുത്തത് അൽഖാമിസ് എന്താ അർത്ഥം? അടുത്തത് അസാദിസ് അടുത്ത് ലാ തഖും മിൻ ഹുന ഇവിടെ എഴുന്നേൽക്കരുത്. അസാമിന അശർ തഅമ്മൽ മാ യലി. അപ്പൊ ഇനി ഇതിന്റെ മറ്റു രൂപങ്ങളാണ്. ഹാമിദുൻ ബാഅ അർരിജാലു ബാഉ ആമിനതു ബാഅത് അന്നിസാഉ യഅന. അപ്പൊ ബാഅ യബിഉ എന്നതുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ബിഅന എന്ന് പറഞ്ഞത്. ഖാല യഖൂലു ആണെങ്കിൽ ഖുൽന.
അൻതും അൻത ബിഅത അൻതും ബിഅതും അൻതി ബിഅതി അൻതുന്ന ബിഅതുന്ന. അപ്പോ ആ സ്ത്രീലിംഗ രൂപങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം എഴുതി തയ്യാറാക്കണം. ഏത് നമ്മൾ 21 രൂപങ്ങൾ എഴുതിയിട്ട് ഗ്യാപ്പ് ഇട്ട്, മുമ്പ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, 21 രൂപങ്ങളുടെ ടേബിൾ ഗ്യാപ്പ് ഇട്ട് എഴുതണം. കാരണം ഈ 21 രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ അവിടെ തന്നെ കിടപ്പുണ്ട്. ബാക്കി ഇടയിലുള്ള രൂപങ്ങൾ എഴുതിയിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യുക, ഇടയിൽ എഴുതി ചേർത്തിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ അന്നിസാഉ ബിഅന, അപ്പൊ ബഅഉ ബിഅത ബിഅതും ബിഅതു ബിഅന എന്ന ആ രൂപം, യബിഉ യബിഉന തബിഉ തബിഉന ബിഅു ലാ തബിഉ ലാ തബിഉ ബൈഉൻ മബീഉൻ ബൈഉൻ യബഅത് ഹിയ തബിഉ. ഇത്രയും എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം, ഇടയിൽ നമ്മൾ അധികമായി പഠിക്കുന്ന ഈ സ്ത്രീലിംഗ ഏകവചന രൂപങ്ങൾ അല്ലെങ്കിൽ സ്ത്രീലിംഗ ബഹുവചന രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, അപൂർണ ക്രിയയുടെ ഏകവചനം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോ ആയുള്ള രൂപങ്ങൾ നമ്മൾ എഴുതി ചേർത്തിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ചുവരിൽ തൂക്കണം. എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്യണം. എന്നാലേ നമ്മൾ എവർ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുള്ളൂ, ലോങ് ലാസ്റ്റിംഗ് ആവുള്ളൂ. അൻതി ബിഅതി അൻതുന്ന ബിഅതുന്ന അന ബിഅതു നഹ്നു ബിഅന. അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം, ജാഅ അസ്നദ് ജാഅ വസാറ ഇല ളമാഇരി കമാ ഫി തംരീൻ അസ്സാബിഖ്. എന്ത് ചെയ്യണം, ഇവിടെ ജാഅ ജാഅയുടെ രൂപഭേദം പറയണം. അപ്പൊ ഹാമിദുൻ الرجال آمنة النساء جئنا. أبا أنت أنتم أنت أنتن جئتن أنا جئت نحن جئنا وجئنا بك هؤلاء شهيدا. كيف إذا جئنا من كل أمة شهيدا. 20 على 19 പറഞ്ഞു, 19 പറഞ്ഞു, 20 يقرأ ما يلي. الأول സാറ പറയൂ. ഹാമിദുൻ സാറ الرجال സാറു ആമിനത്തു സാറത്ത് അന്നിസാഉ സിർന അൻത സിർത അൻതും സിർതും അൻതി സിർതി അൻതുന്ന സിർതുന്ന അന സിർതു നഹ്നു സിർന. അപ്പൊ അന സിർത്തു എന്ന് പറയുന്നിടത്ത് അനയ്ക്ക് ദീർഘം വരാൻ പാടില്ല കേട്ടോ. അന എന്ന് പറയുന്നത് അന ചേർത്ത് പറയുമ്പോൾ ദീർഘമില്ലാത്ത അലിഫാണ് അന. അനയും സഹോദരിമാരും പറഞ്ഞ കുറെ ഒരു പാഠമുണ്ട്, നമ്മളത് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഖുർആൻ വായിക്കുന്നവരായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അന ഖുർആനിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, അത് ഭാഷയുടെ നിയമം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം തജ്വീദിൽ. അത് കൂടാതെയാണ് തജ്വീദ് നിയമങ്ങൾ വരുന്നത്. അപ്പൊ അനയും സഹോദരിമാർ, അനയുടെ സഹോദരിമാരെ ആർക്കറിയാം? നമ്മൾ കാനയുടെ സഹോദരിമാർ, ഇന്നയുടെ സഹോദരിമാരൊക്കെ പഠിച്ചിട്ടുണ്ട്. അനയുടെ സഹോദരിമാര് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തജ്വീദിലാണ്. അനയുടെ സഹോദരിമാര് അന, ലാക്കിന്ന, റസൂല, സബീല, ഖവാരീറ, ഇതൊക്കെ എന്താണ്, അനയുടെ സഹോദരിമാരാണ്. അവിടെ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദീർഘമില്ല. സ്റ്റോപ്പ് ഉള്ളപ്പോൾ നിർത്തുണ്ട്, അല്ല ദീർഘമുണ്ട്. അന എന്ന് പറയുന്നിടത്ത് ദീർഘം, 2 ഹർക്കത്ത് ദീർഘമുണ്ട്. അതേസമയം അല്ലാതെ പറയുമ്പോൾ അനയ്ക്ക് ദീർഘമില്ല. ഖവാരീറില്ല, ഖവാരീർ സൂറത്തുൽ ഇൻസാനിൽ 2 ഖവാരീറുണ്ട്. ഒരു ഖവാരീറില് നിർത്താണ്, അടുത്ത ഖവാരീറില് നിർത്തില്ല. കാനത്ത് ഖവാരീറ മിൻ ഫിദ്ദത്തിൻ. ഖവാരീറ എത്ര നീട്ടണം? 2 ഹർക്കത്ത്. ഞാനിപ്പോ ഇത്തിരി നീട്ടിപ്പോയത് എന്താണ്, അവിടെ നീട്ടി പറയണമെന്ന് പറയാൻ വേണ്ടിയാ. 2 ഹർക്കത്താ ദീർഘം.
ഖവാരീറ വലാദിയാത്തി ളബഹ എന്ന് പറയുന്നത് പോലെ ഖവാരീറ. അതേപോലെ സബീല റസൂല ഒക്കെ ഉണ്ടല്ലോ. അടുത്ത ആയത്തോട് അവിടെ ആയത്ത് തീരുന്ന സ്ഥലമാണ്. പക്ഷെ അടുത്ത ആയത്തോട് ചേർത്ത് വായിച്ചാൽ അവിടെ ദീർഘമില്ല. അതേപോലെ ലാക്കിന്ന ഉണ്ടല്ലോ സൂറത്തുൽ കഹ്ഫില്. ആ ലാക്കിന്നെയാണ് കേട്ടോ. ലാക്കിന്ന ഹുവല്ലാഹു. അപ്പൊ ആനയും സഹോദരിമാരും ദായിറത്തുൽ ഖായിമത്തുൽ മുസ്തഖീലാണ് അതല്ല ഏത് ദായിറത്തുൽ ഖായിമത്തുൽ മുസ്തഖീല എന്ന് പറയുന്ന സുക്കൂനല്ല അവിടെ അനന്റെ അത് തന്നെ എന്തോ സംഭവമാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഖുർആന്റെ അവസാനം നോക്കിയാൽ കാണാം. അതായത് ഫുൾ സർക്കിൾ അല്ല, ചെറിയ ഒരു വ്യത്യാസത്തില് സർക്കിൾ. കുത്തനെ നിൽക്കുന്ന സർക്കിൾ. അതെ അതെ ഖായിമത്തുൽ മുസ്തഖീല അത് തന്നെ. അതെ ഞാൻ പറയാം, തജീദിലുള്ളതാ സംഭവം. പക്ഷെ അത് ഭാഷയിലുള്ള നിയമമാണ്. ഭാഷയിലുള്ള നിയമം തജീദിൽ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാലിക്കണം. ഭാഷ പറയുമ്പോൾ പാലിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കലം എന്നുള്ളത് ഗലം എന്ന് പറയാം, അലം എന്ന് പറയാം. കലം എന്നത് ഒറിജിനൽ ഉച്ചാരണമാണ്. ഗലം എന്ന് സൗദികൾ പറയും, അലം എന്ന് ഈജിപ്തുകാർ പറയും. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ തജ്വീദ് വരുമ്പോൾ ഫുൾ കറക്റ്റ് ആയിട്ട് പാലിക്കും. അതെ, ഖുർആനിൽ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഭാഷാ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അത് കൂടാതെയാണ് തജ്വീദ് നിയമമുള്ളത്. ഇഖ്ഫാഉം ഇദ്ഹാറും ഇഖ്ലാബും അതേപോലെ പിന്നെ കൽക്കലത്തും ഒക്കെ ഖുർആൻ പാലനത്തിൽ മാത്രമുള്ള നിയമങ്ങൾ. ശരി, എക്രാമായലി ഒരാൾ വായിക്കുമോ? എന്താ അർത്ഥം? എന്റെ സുഹൃത്ത് ഒരു ദിവസം ആബ്സെന്റ് ആയി, ഞാൻ 2 ദിവസം ആബ്സെന്റ് ആയി. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ജമീൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ് എന്ന് കേട്ടോ. സുഹൃത്തിന് ഉപയോഗമുണ്ട്, പക്ഷെ ഇവിടെ ക്ലാസ്സിനെ സംബന്ധിച്ച് നമ്മൾ പഠനമെല്ലാം ക്ലാസ് റൂമിലുള്ള പഠനമാണ്. അതായത് മദീന യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം രചിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായി നിയമിക്കുകയാണ്. പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റിയിൽ വരുന്ന അനറബികൾക്ക് വേണ്ടി അറബി പഠിക്കാൻ വേണ്ടി ഈ ഒരു സിലബസ് ഉണ്ടാക്കാൻ അദ്ദേഹം നിയുക്തനാകുന്നത്. അപ്പൊ അദ്ദേഹം എഴുതിയതെല്ലാം ക്ലാസ് റൂം ബേസ്ഡാണ്. അപ്പം ഈ ഉദാഹരണവും അതേപോലെ തന്നെയാണ്. ഇവിടെ ആബ്സെന്റ് ആയി എന്നാണ്. അതെബത്ത് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആയി എന്നതാണ്. എന്റെ ക്ലാസ്മേറ്റ് ഒരു ദിവസം ആബ്സെന്റ് ആയുള്ളൂ, ഞാൻ 2 ദിവസം ആബ്സെന്റ് ആയി. എബത്തു യൗമൈൻ അസാനി. ജി കഴിഞ്ഞിട്ട് എന്താ അത്രയും എന്താ അർത്ഥം? ഞാൻ എപ്പോഴാണ് നീ ജാമ്യത്തിൽ പോയത്? പോയെന്നർത്ഥം. സോറി, വന്നത്. ഞാൻ ദുൽഖഅദ് മാസത്തിലാണ് പോയത്. പോയതെന്നാ എല്ലാം പോയതാണോ? വന്നു. അത് ചോദ്യവും ഉത്തരം സെയിം ആണ്. മറ്റാ ജേത്ത ഇലൽ ജാമിയത്തി, നീ എപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നത്? മറുപടി അതിനെക്കുറിച്ചാണ് മറുപടി. ജേത്തു ഫീ ദിൽഖഅദത്തി, ഞാൻ ദിൽഖഅദിലാണ് വന്നത്. സംഭവം ആദ്യത്തേതിന് ഫിൽ ജാമിയത്തി ആണോ അത് ഇലൽ ജാമിയത്തി? ഇലൽ ജാമിയത്തിന് എന്താണ് എഴുതണം? ജാമിയത്തിലല്ലേ, യൂണിവേഴ്സിറ്റിയിൽ. ഇലൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിൽ വന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി ശരിക്കും ഈ ജാ ആവുന്നത് കൊണ്ട് ജായുടെ കൂടെ ഇലയാണ് ഉപയോഗിക്കുന്നത്. ജേത്ത ഇല. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നെന്നാണ് ഇല്ലാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ജായുടെ 2 രൂപങ്ങൾ വന്നിട്ടുണ്ട്. ജേത്ത എന്നതും വന്നു, ജേത്തു എന്നതും വന്നു. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അസാലിസ്
بكم سلس بعت سيارتك يا عمرو بعتها ب8 آلاف ريال بثمانية നിങ്ങൾ എന്തുകൊണ്ട് വന്നു بثمانية ആ بثمانية آلاف ريال ആലാഫി റിയാലിൻ. ഇപ്പൊ നമ്മൾ അറിവ് പഠിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വായിക്കുന്ന കേട്ടാൽ അവരെ ആദ്യം ശ്രദ്ധിക്കുക ഈ വാക്കിന്റെ അവസാനമാണ്. ഈ വാക്കിന്റെ അവസാനം അടയാളം കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബി ഒക്കെ വന്നാൽ കൃത്യമായിട്ട് പറയണം. വായിലുമ്മ പോലും വരുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. പക്ഷെ ഈ കെസ് വരുത്തുന്ന പദങ്ങളൊക്കെ എല്ലാവർക്കും ഒരേ സംഭവം. അപ്പൊ നമ്മൾ അവിടെയും തെറ്റിക്കാൻ പാടില്ല. അപ്പോ എന്താ അർത്ഥം? നീ എത്രയ്ക്കാണ് നിന്റെ കാറ് വിറ്റത് ഉമറെ? അമ്പ ബെൽത്തുഹ ബി8 ആലാഫ് റിയാൽ. അത് 8,000 റിയാൽ. റിയാലിനാണ് ഞാൻ വിറ്റത്. റിയാൽ. ഞാൻ അതിനെ വിറ്റത്. അറാബിയ അടുത്ത ആള് വായിക്കേ. ആഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മക്കത്തി വബിൽ മദീനത്തിൽ മുനവ്വറത്തി. മക്കയ്ക്ക് എന്തുകൊണ്ടാണ് കസർ കൊടുത്തത്? ബി മക്കത്ത. എന്തുകൊണ്ടാണ് കസർ കൊടുക്കാഞ്ഞത്? അത് കസർ സ്വീകരിക്കാത്തതാണല്ലേ. മക്കത്ത് എന്താണ്? സ്ത്രീലിംഗത്തിന്റെ നാമോ, സ്ത്രീലിംഗ നാമോ. പ്രോപ്പർ നൗണിൽ എന്താണ്? താഴെയുള്ള പ്രോപ്പർ നൗണിൽ എല്ലാം എന്താണ്? താഴെയുള്ള പ്രോപ്പർ നൗണിൽ കസർ കൊടുക്കൂല. നമ്മൾ പഠിച്ചില്ലേ? പിന്നെ എന്താ പറയാ, ഹംസത്ത് പുരുഷന്മാരുടെ പേരാണെങ്കിൽ പോലും അതിന് എന്ത് ചെയ്യില്ല, കസർ കൊടുക്കൂല. അതേപോലെ ഫാത്തിമത്തു, സൈനബ്, അതെ ഫാത്തിമത്തു ഒക്കെ ആ നിയമത്തിലുള്ളതാണ്. സൈനബ് വരുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ പേരായതുകൊണ്ട്. ഇതെന്താണ്? മക്കത്ത് താഴെയുള്ള പ്രോപ്പർ നൗണാണ്. താഴെയുള്ള പ്രോപ്പർ നൗണിന് കസ് വരില്ല. ബിമക്കത്ത. അപ്പൊ മദീനയ്ക്ക് എന്തുകൊണ്ട് കസർ വന്നു? അൽ വന്നു കഴിഞ്ഞാൽ കസർ വരും. അൽ വന്നാൽ കസർ വരും. അതൊന്ന്. രണ്ടാമത് മദീന എന്നത് ഒരു പ്രോപ്പർ നൗൺ അല്ല, മറിച്ച് എന്താണ്? അതൊരു ആക്ച്വൽ മീനിങ് ഫുൾ വേർഡാണ്. മനസ്സിലായില്ലേ? മദീനത്തുൽ മുനവ്വറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശപൂരിതമായ പട്ടണം. മദീന എന്ന് പറഞ്ഞ് ശരിക്കും മദീനത്തുൻ നബവി എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നുകൊണ്ടാണ് റസൂലിന്റെ പട്ടണം എന്ന അർത്ഥത്തിൽ മദീനത്തുർ റസൂൽ എന്ന് വന്നു, അല്ലെങ്കിൽ മദീനത്തുൻ നബവി എന്ന് വന്നു. പിന്നെ എന്തായി? പിന്നെ ആ മദീനത്തുൻ നബവി എന്നതാണ് അവിടെ വഹി ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് എന്ത് ചെയ്തു? വഹി കാരണം പ്രകാശപൂരിതമായ സ്ഥലം എന്ന അർത്ഥത്തിൽ അൽ മദീനത്തുൽ മുനവ്വറത്തു എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അൽഹാമിസ്, ഇവിടെ ഉദ്ദേശം മാറുമ്പോ നമുക്ക് ഇത് മാറ്റാൻ പറ്റുമോ? ഉദ്ദേശം മാറുമ്പോഴത്തെ അതെ. എങ്ങനെ? മദീനത്തുൽ മുനവ്വറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ പിന്നെ സ്ഥലം എന്ന അർത്ഥത്തില് അത് പ്രയോഗത്തിലാണ് കേട്ടോ. നമ്മൾ പ്രയോഗത്തിൽ വരുമ്പോൾ, പ്രയോഗത്തിൽ അങ്ങനെ അറബികൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറബികൾ എന്ത് പ്രയോഗിച്ചോ അതാണ് അതിന്റെ പ്രയോഗം. ഇനി അൽ വന്നാൽ അൽ വരുന്ന നാമത്തിന് കെസ് വരും. ഇനി ചില നാമങ്ങൾക്ക് അൽ ഇല്ലാത്തപ്പോൾ കെസർ വരില്ലെങ്കിൽ അൽ വന്നു കഴിഞ്ഞാൽ അതിന് കെസർ വരും. ഓക്കെ. അപ്പൊ നമ്മൾ അറബികളിൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുടെ പേര് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അൽ ഉള്ള നാമങ്ങൾക്കാണെങ്കിൽ അവിടെ കെസർ ഉണ്ടാവും. അല്ലില്ലാത്ത സ്ഥലനാമങ്ങൾ ഉണ്ടാവും, അല്ലുള്ള സ്ഥലനാമങ്ങൾ ഉണ്ടാവും. അരിയാദ്, അദ്ദമ്മാം എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ദമ്മാമിനൊക്കെ, ദമ്മാമിൻ റിയാദിനൊക്കെ എന്തുണ്ട്? അല്ലുണ്ട്. അതേപോലെ അല്ലില്ലാത്ത സ്ഥലമുണ്ട്, അല്ലില്ലാത്ത സ്ഥലപ്പേരുണ്ടാവും. ഓക്കെ. അപ്പൊ എന്താ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തും മദീനയിലും ജീവിച്ചു. മക്കയിലും മദീനയിലും ജീവിച്ചിട്ടുണ്ട്. അൽഹാമിസ് അടുത്തയാള്. أنا جئت بالكتاب اليوم يا أستاذ. أنا ما جئت بالكتاب. أنا ما جئت بالكتاب. നമ്മൾ ഈ നഫി വാക്ക് വരുമ്പോഴത്തേക്ക്, ഈ നഫി എവിടെയാണ് നഫി വരുന്നത്? നെഗറ്റീവ് ആക്കുന്നത് എവിടെയാണ്?
അടുത്ത വാക്കിനാണ് നെഗറ്റീവ് ആക്കുന്നത്. അന മാ ജിഅ്തു അന മാ ജിഅ്തു ബിൽ കിതാബിൽ യൗമ യാ ഉസ്താദ്. എന്താ അർത്ഥം? ഇന്ന് ഞാൻ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല ഉസ്താദ്. ബുക്ക് കൊണ്ടുവന്നില്ല. ജാഅബി കൊണ്ടുവന്നു. അസാദിസ് സിർന കിലോമീറ്ററൈൻ. എന്താ അർത്ഥം? ഞങ്ങൾ 2 കിലോമീറ്റർ നടന്നു. ഈ 2 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് വൈകിയത് ക്ലാസ് വരാൻ വേണ്ടി. പള്ളിയിൽ പോയി ഉസ്താദേ. ഇവിടെ ഇഖാമത്ത് ഇശ ആ സമയത്തായിരുന്നു. ഇശാ നമസ്കാരം നമുക്ക് ബാധകമല്ല. നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കണം ജമാഅത്തായിട്ട്. അതെ. ഇന്റർനാഷണൽ ക്ലാസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ പല എക്സ്ക്യൂസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോ, പിന്നെ അതേപോലെ ദീർഘയാത്രയിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ദീർഘയാത്രയിൽ നമ്മളിപ്പം ട്രാഫിക് ബ്ലോക്കായി, ജമാഅത്തിന് പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതേപോലെ എക്സ്ക്യൂസ് ആയിട്ട് ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെടുക്കുമ്പോൾ അതിന് പകരം വീട്ടണം. നമ്മൾ അടുത്തുള്ള ആളിനെയോ അല്ലെ അയൽവാസിയോ അല്ലെങ്കിൽ റൂംമേറ്റിനെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിലുള്ളവരെ കൂട്ടിയിട്ട് നമസ്കരിക്കുക. ഞാൻ നിങ്ങളെ സ്വരമേ കേൾക്കുന്നുള്ളെങ്കിൽ പോലും ഇത്രയും ഇവാലുവേറ്റ് എന്ന് മനസ്സിലായില്ലേ? തൊട്ടടുത്താണ് പള്ളി, വീടിന്റെ തൊട്ട് എതിരേശാണ്. അപ്പൊ ഇഖാമത്ത് കൊടുക്കുന്നതെല്ലാം വീട്ടിലെ കൊടുക്കുന്ന പോലെ കേൾക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്തത് അസാദിസ്. സാദിസ് വായിച്ചോ? സാദിസ് അത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ 2 കിലോമീറ്റർ നടന്നു. അസാബിർ. ജാഅത്ത് ത്വാലിബാത്ത്. നഅം ജഅന ഖബ്ല ഖലീൽ. ജഅന ഖബ്ല ഖലീൽ. ഓക്കെ, എന്താർത്ഥം? വിദ്യാർത്ഥികളെ നിങ്ങൾ വന്നോ? വിദ്യാർത്ഥികള് നിങ്ങൾ വന്നോ? ക്വസ്റ്റ്യൻ അല്ലേ? ഈ പറഞ്ഞ ആൾ, ക്വസ്റ്റ്യൻ അല്ലേ എന്ന് പറഞ്ഞ ആൾ തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ട് അർത്ഥം പറയൂ. വിദ്യാർത്ഥികളെ നിങ്ങൾ വന്നോന്നല്ലേ? വന്നോന്നാണോ? നിങ്ങൾ വന്നോന്നാണോ? വിദ്യാർത്ഥികൾ വന്നു. നിങ്ങൾ വന്നു എന്നാണെങ്കിൽ ജാഅത്തി എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ജാഅത്ത് എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചു? അത് ഗായിബാണ് കേട്ടാ. ജാഅത്ത് എന്ന് പറഞ്ഞാൽ ഗായിബാണ്. അത്താലിബാത്താണ് അതിന്റെ എന്ത് സബ്ജക്റ്റ്. എന്താ അർത്ഥം? വേറൊരാൾ പറയും. വിദ്യാർത്ഥികൾ വന്നോ? വിദ്യാർത്ഥിനികൾ വന്നോ? സുക്കുനാണ് യഥാർത്ഥത്തില്. അത്താലിബാത്ത് ചേർന്നുകൊണ്ടാണ് സുക്കുൻ മാറ്റി കസർ കൊടുത്തത്. അടുത്തത് ഞാൻ. ആദ്യം പറഞ്ഞ ആൾ പറയും ബാക്കി. ആദ്യം പറഞ്ഞ ആൾ ബാക്കി അർത്ഥം പറയും. കുറച്ചു മുമ്പ് വന്നു. അതെ, കുറച്ചു മുമ്പ് വന്നു. ആര് വന്നു? ഞങ്ങൾ വന്നു. എങ്ങനെ ഞങ്ങൾ വന്നത്? ചോദ്യം ആരോടാണ്? ചോദ്യം ആരെ കുറിച്ചാണ്? ഉത്തരം എന്താ പറയേണ്ടത്? വിദ്യാർത്ഥികളോട്. വിദ്യാർത്ഥിനികൾ വന്നു. ഞാൻ ജഅന ഖബല ഖലീലിൻ. അപ്പൊ എന്ത് പറയണം മലയാളത്തിൽ? അതെ, അവർ വന്നു. പഠിച്ചു ഇടയ്ക്ക് എന്താ ഇടയ്ക്ക് ഉഴപ്പുന്ന എന്താ? താലിബാത്തിന് എന്താ കുഴപ്പം? താലിബാത്ത് വന്നതുകൊണ്ട് എന്ത് പറഞ്ഞു? ജഅന, ആ പെൺകുട്ടികൾ വന്നു. ജഅന, ആ പെണ്ണുങ്ങൾ വന്നു. ജാഉ ജഅന. ആദ്യത്തെ താലിബാത്താണ്. അതെ, താലിബാത്താണ്. ഗേൾ സ്റ്റുഡൻസ് വന്നോ? നഅം ജഅന ഖബ്ല ഖലീലിൻ. അതെ, അവർ വന്നു അല്പം മുമ്പ്. സാർ, അത് ചോദിച്ചത് എന്നുള്ള സിംഗുലർ ആണല്ലോ. അത് അതിന് മുമ്പ് വന്നുകൊണ്ട്. അതെ 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 സിംഗുലർ വന്ന എന്തുകൊണ്ടാണെന്നോ ഉദ്ദേശിച്ചത്? സയ്യിദ് സാഹിബ് ഉദ്ദേശിച്ചത് അതാണോ? അല്ല, ഞാൻ ചോദിച്ചത് താലിബാത്താണ്. എന്റെ എന്താണ്, താലിബാത്തിയാണോ താലിബാത്തും ആണോ? താലിബാത്തുമാണ്. കാരണം ഫായിലാണ്. ഫായിലായതുകൊണ്ട് താലിബാത്താണ്.
ഞാൻ ഉദ്ദേശിച്ചത് അല്ല അതാണോ ഉദ്ദേശിച്ചത് കരുതി. ഫിഅല് മുഫ്രദായിട്ട് വന്നിരിക്കുന്നത് ഫിഅല് മുൻകടന്നതുകൊണ്ട്, ഫാഇല് പിന്നെ വരുന്നതുകൊണ്ട്. ഓക്കെ. അൽ ഹാദി അശർ, ഹാദി വശിരീൻ. തഅമ്മൽ മായലി ഹാമിദുൻ യബീഉ. അപ്പൊ ഇനി അപൂർണ ക്രിയ. ഹാമിദുൻ യബീഉ, അർരിജാലു യബീഊന, ആമിനത്തു തബീഉ, അന്നിസാഉ യബിഅന. യബിഅന. അപ്പോ യഫ്തഹ്ന എന്ന് പറഞ്ഞതുപോലെയാണ് യബിഅന. യബിഉ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കസ്ർ വരുന്നേ ഉള്ളൂ. യബിഅന. അപ്പൊ യബീഉവിന്റെ യാ പോവും. യബിഅനയ്ക്ക് ഐന് സുക്കൂൻ വന്നതുകൊണ്ട് യബിഅന എന്നുള്ള യബീഉവിന്റെ യാ പോവും. യബിഅന. ഫന്നിസാഉ യബിഅന. അൻത തബീഉ, അൻതും തബീഊന, അൻതി തബീഈന, അൻതി തബീഈന, അൻതുന്ന തബീഅന, അൻതുന്ന തബീഅന, അന അബീഉ, നഹ്നു നബീഉ. ഇതെല്ലാം നിങ്ങൾ എഴുതണം കേട്ടോ. കളർഫുൾ ആയിട്ട് എഴുതണം. അഡീഷൻ വരുന്ന ഭാഗങ്ങളുടെ കളർ ഹൈലൈറ്റ് ചെയ്യുക. അസ്നിദ് യസീറു യഈഷു. യസീറു യഈഷു. ജാ ഒഴിവാക്കിയുണ്ട് അവിടെ. ജാല അപൂർണക്രിയ ഒരുപാട് വരാത്തത് കൊണ്ടാണ് ജാ മാറ്റിയത് ഇവിടെ. ജാ നമ്മള് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പാസ്റ്റ് ടെൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. യജീഉനൊക്കെ ഉണ്ട്, പക്ഷെ കുറവാണ് ഉപയോഗം. ثاني وعشرين السند يسير يعيش إلى ضمائر كما في التمرين السابع. നേരത്തെ പോലെ അതിന്റെ രൂപഭേദങ്ങൾ പറയുക. അപ്പൊ യസീറു ഹമിദുൻ യസീറു, അർരിജാലു യസീറുന, ആമിനത്തു തസീറു, അന്നിസാഉ യസിർന, അൻത തസീറു, അൻതും തസീറൂന, അൻതി തസീരീന, അൻതുന്ന തസിർന, അന അസീറു, നഹ്നു നസീറു. നഹ്നു നസീറു. അടുത്തയാള് യഈഷു. حامد يعيش الرجال يعيشون آمنة تعيش النساء يعيشن أنت تعيش أنتم تعيشون أنت تعيشين أنتن تعيشن أنا تعيش نحن نعيش أنا أعيش نحن نعيش أنا أعيش نحن نعيش أنا نعيش نحن نعيش أنا أعيش نحن نعيش أنا أعيش أنا أعيش نحن نعيش. ആണുങ്ങൾക്കൊന്നും ഈശത്തില്ലേ? الرجال. الثالث والعشرون اقرأ ما يلي. السكر. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ബക്കാലു സുക്ര വമിൻക വസൈക വൽബൈള. എന്താണ് സാധനങ്ങളൊക്കെ? ഓക്കെ. اقرأ ما يلي. السكر الملح والزيت والبيض الزبد الجبن الدقيق العدس. يعيش يبيع البقال السكر. സുക്കറാന്നല്ലേ വരാ? السكر والملح والزيت والبيض والزبد والجبن والدقيق والعدس وما إلى ذلك. وما إلى ذلك. وما إلى ذلك എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് പിന്നെ ഇത് പറയില്ല, എന്താ പറയാ, എക്സെട്ര മുതലായവ എക്സെട്ര. എക്സെട്ര. എക്സെട്ര എന്ന് പറയുന്നതാണ് വമാ ഇലാ ദാലിക എന്ന് പറഞ്ഞത്. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ അറിയാലോ സാറേ.
ഒന്നും എന്താ പറയും അർത്ഥം പറയും സുക്കർ 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 ഷുഗർ മിൽഹ് പഞ്ചസാര ഉപ്പ് ആ അല്ല, ഇതിന് സെയ്ത്ത് സുക്കർ ഓയിൽ സെയ്ത്ത് എണ്ണ ബയല് ബയല മുട്ട എഗ് ജുബ്ത് മിൽഹ് അല്ല വെയിറ്റ് ചെയ്യും മിൽഹ് ഒക്കെ അറബിയിൽ അവിടെ മിഡിൽ ഈസ്റ്റിലുള്ളവർ കേട്ടിട്ടുണ്ടോ മിൽഹ് മിൽഹ് ആരും കേട്ടിട്ടില്ല സാൾട്ട് അവിടെ കടയിൽ മിൽഹ് പോയിട്ട് ചിക്കൻ മല്ല് എന്ന് പറഞ്ഞാലേ അവർക്ക് അറിയാവൂ മല്ലെന്നാ പറയാ മല്ല് മിൽഹിന്റെ മീമിന്റെ കെസർ പോയി ലാമും ഹായും കൂടെ ചേർത്തിട്ട് ഷെഡ് കൊടുത്താ പറയാ മല്ല് എന്ന് പറയണം കടയിൽ ഷോപ്പ് കീപ്പറിന് അല്ല മിൽഹ് എന്ന് പറഞ്ഞാൽ വല്ല ഒറിജിനൽ അറബികൾക്ക് മാത്രമേ മിൽഹ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂ അതാണ് ശരിയായ ഉച്ചാരണം പക്ഷെ മല്ല് മല്ലെന്നാണ് പറയാ ഓക്കെ അടുത്തത് അതിന്റെ അർത്ഥം എന്താ ഉസ്താദേ? മിൽഹ് ഉപ്പ് സാൾട്ട് ഉപ്പ് മിൽഹ് Salt. ഖുറാനില് ഉപ്പുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഖുറാനിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിൽഹൻ അതാ മിൽഹൻ വിചാരിച്ചു. ആ എന്റെ കർപ്പൂരം എവിടെ ഉണ്ട് കർപ്പൂരം ഇൻസാനിലുണ്ട് അതെ കർപ്പൂരം അപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഖുറാനിലുണ്ട് പിന്നെ അടുത്തത് സെയ്ത്ത് ഓയിൽ സെയ്ത്ത് എണ്ണ ആ ജെയ്ത്ത് ഓയിൽ ബയലോ ബയല് എഗ് മുട്ട ആ ജുബ്ത് ജുബ്ത് ജുബിനും ബട്ടർ ജുബിനും ഒക്കെ ബട്ടറില്ലേ ഗൾഫുകാര് പറഞ്ഞു ജുബൻ ബട്ടറും ചീസും ജുബന് ആ അത് തന്നെ എന്താ സുബുദ? ജുബിന് ബട്ടർ ബട്ടർ ജുബിന് ചീസ് ചീസ് ആ ദക്കീക്ക് ഫ്ലോർ മാവല്ലേ ഉസ്താദ് ദഖീഖ്? മാവ് മാവ് അജസ് ചീര ചീര ആ അത് ചീരയൊന്നുമല്ല പരിപ്പ് 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 നമ്മൾ അതെ, ആൽബക്കറ പഠിച്ചുകൊണ്ടായിരിക്കും ഉണ്ട് അതെ ചീരയായി പോയി ഭൂമിഹ ഭൂമിഹ അതെ അതെ ബക്കലാണ് ഭൂമിഹ ബക്കലാണ് അതെ ബക്കലാണ് ബക്കലിഹ. പിന്നെ ചീര ബക്കലിഹ എക്സെട്ര ഒമായില്ലാതെ അലിക്ക എക്സെട്ര അതുപോലുള്ളതും എന്ന അർത്ഥത്തിലാണ് കേട്ടോ അതുപോലുള്ളവ മുതലായവ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ദഖീഖ് എന്താ ഫ്ലോർ മാവ് മാവ് ആ. ബദൂറ എന്ന് പറയാറുണ്ട് ഉസ്താദ് ഇവിടെ ബദൂറ ഏതാണ് ബദൂറ എന്ന് പറയാറുണ്ട് പൗഡറിന് ഈ ആ അതെ ബദൂറ എന്ന് പറയാൻ കാര്യം പൗഡർ 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 മനസ്സിലായില്ലേ പൗഡർ എന്ന ഇംഗ്ലീഷ് വാക്കിനെ അറബീകരിച്ചതാണ് അറബിയിൽ ഓ, ശരി. ഇല്ലാത്തതുകൊണ്ട് ബൗ എന്ന് പറയുന്നത് ഓ അങ്ങനെ വന്നാണല്ലേ അങ്ങനെ ബദൂറ. വന്ന ശരി. ഇപ്പൊ ടെലഫോണിന് ടെലഫോൺ എന്ന് പറയൂലേ ടെൽഫോൺ എന്നാ പറയാ അപ്പൊ ഓ ആ. ഇല്ലാത്തതുകൊണ്ട് ടെൽഫോൺ പിന്നെ അതിന് ആ ഇംഗ്ലീഷ് വാക്കിനെയും എന്ത് ചെയ്യും അവര് പിന്നെ പരിവർത്തിപ്പിക്കും പട്ടിക രൂപത്തിലാക്കും ടെലഫൻതു എന്ന് പറയും ഞാൻ ടെലഫോൺ ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിലാണ് ബോധറ വരുന്നത് പൗഡർ എന്നതിന് പകരം പൗഡറിനെ ഈ അറബീകരിച്ചപ്പോ എന്തായി ബോധറ പിന്നെ അതിലൂടെ ഒരു തായ് കൂടി ചേർത്ത അതാണ് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അനറബി വാക്ക് അങ്ങനെ തന്നെയല്ല ഉപയോഗിക്കുക ആ വാക്കിനെ പോലും അറബീകരിച്ചിട്ടാണ് ഉപയോഗിക്കുക അസാനി അടുത്ത ഒരാൾ വായിക്കൂ യഈഷുൽ അസദു ഫിൽ ഗാബ ഫിൽ ഗാബത്തി അവസാനത്തെ അടയാളം കൃത്യമായിരിക്കണം എന്താ അർത്ഥം ഫോറസ്റ്റിൽ സിംഹം ജീവിക്കുന്നു ഫോറസ്റ്റിൽ സിംഹം ജീവിക്കുന്നു എന്നല്ല സിംഹം ഫോറസ്റ്റിൽ ജീവിക്കുന്നു കാട്ടിൽ ജീവിക്കുന്നു യഈഷുൽ അസദു എന്ന് പറഞ്ഞപ്പോ എന്തായി ഇപ്പം അൽ അസദ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അൽ അസദ് ഉപയോഗിച്ചിട്ടാ പറഞ്ഞത് അപ്പൊ സിംഹത്തെയാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ യഈഷുൽ അസദ് മാത്രമല്ല ഒന്നാമത്തെ ഭാഗമാണ് യഈഷുൽ അസദു യഈഷു എന്നാണ് ഫേല് മുന്തിച്ചിട്ടാണ് പറഞ്ഞത് അൽ അസദു സിംഹം അപ്പൊ സിംഹം ജീവിക്കുന്നു എവിടെ കാട്ടിൽ സിംഹം കാട്ടിൽ ജീവിക്കുന്നു കാട്ടിൽ സിംഹം ജീവിക്കുന്നു പറയുമ്പോ കാട്ടിലാണ് എന്ത് ചെയ്യുന്നത് പ്രാമുഖ്യം വരുന്നത് ഇവിടെ അസദിനാണ് പ്രാമുഖ്യം അസാലിസ് അടുത്തയാള് മുദീർ മുദീർ എന്താ എപ്പോഴാണ് അർത്ഥം വരുന്നത് മുദീർ ഹെഡ് മാസ്റ്റർ എപ്പം വരും ആ 8 മണിക്ക് ഇവിടെ കണ്ട അസാഅത്തു സാമിനത്തു അപ്പൊ യജി സാഅത്തി സാമിനത്തെ അല്ലില്ലാതെ അല്ല വരിക അസാഅത്തു സാമിനത്തു അപ്പൊ എന്താണ് അത് മാരിഫയാണ്
നെക്കിനായിട്ടല്ല വരിക. സമയം പറയുമ്പോൾ മാരിഫായിട്ടായിരിക്കും വരിക. അറാബിയ. അടുത്ത ആള്. തുരീദു അൻ തബിഅ സിയാറത്തക് യാ ഉസ്താദ് യാ ഉസ്താദ. യാ ഉസ്താദാന്നാ യാ വന്നതുകൊണ്ട് ഉസ്താദ യാ വന്ന എന്ത് ചെയ്യണം? യാ വന്നാല് ഒറ്റ വാക്കാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ലമ്മ കൊടുക്കണം. രണ്ട് പദം ചേർന്നതാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഇലാഫത്തായിരിക്കും. അങ്ങനെ ഇലാഫത്ത് ചെയ്ത് വന്നാൽ ഒന്നാമത്തേന് ഫത്തഹ കൊടുക്കണം. യാ അബ്ദുല്ലാഹി ഓർമ്മിച്ച് വെച്ചിരുന്നത്. യാ അബ്ദുല്ലാഹി, യാ ഉമറു, യാ മുഹമ്മദു, യാ ഉസ്താദു. എന്തായാലും ഞാൻ എന്റെ കാറ് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം നേരത്തെ തന്നെ കൊടുത്തത്. അടുത്തത് അൽ ഖാമിസ്. ഒരു സംശയം. ഒരു അർഹമറാഹിമീൻ എന്ന് പറയുമ്പോ യാ അർഹമുറാഹിമീൻ അത് അതൊക്കെ ഈ ആൾക്കാർ പറഞ്ഞു തെറ്റിച്ച് പറയുന്നതാണ്. യാ അർഹമ അർറാഹിമീൻ എന്നാണ്. നമ്മൾ അറബി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇമാമുമാരെ ഓന്നൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പറയാം ആർക്ക് അറബി അറിയാം, ആർക്ക് അറബി അറിയണമെന്ന് മനസ്സിലാവും. അറബി അറിയാത്ത ആൾക്കാർ തന്നെ വളരെ ഭംഗിയായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കൃത്യമായിട്ട് നമസ്കാരത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, നമസ്കാരത്തിന് ദ്വാരയൊക്കെ പുസ്തകങ്ങളുണ്ടല്ലോ, അത് നോക്കി കൃത്യമായിട്ട് കാണാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതേസമയം ദർസിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ പോലും തെറ്റിച്ച് പറയുന്നുണ്ട്. അടുത്തത് الخامس يسير القطار الخامس قالت المدرسة للمديرة هؤلاء الطلابات അല്ല هؤلاء الطالبات يغبن كثيرا. എന്താ അർത്ഥം? നിങ്ങളെന്നെ പറയാ അർത്ഥം. മുദരിസ് പറഞ്ഞു കാലത്തിൽ മുദരിസത്തു ലിൽ മുദീറത്തി, മുദീറിന്റെ അടുത്ത് പറഞ്ഞു. മുദീറിന്റെ അടുത്ത് കൃത്യമല്ല, മലയാളത്തിൽ പറയും, അല്ല ഇംഗ്ലീഷിൽ പറയും. കാലത്തിൽ മുദരിസത്തു ലിൽ മുദീറത്തി, പിന്നെ ടീച്ചർ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞു, മുദീറിന്റെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞു. മുദരിസത്ത് എന്തുകൊണ്ടാ? മുദീറത്തിനും താഴ്ന്നുണ്ടോ? എന്തുകൊണ്ടാ? ലീ വന്നതുകൊണ്ട്. മുദരിസത്തു മുദീറത്തു അത് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് അത് അങ്ങനെ പറയണം. അതാണ് മുദീറത്ത് പറഞ്ഞപ്പോ എന്തായി? ഹെഡ് മിസ്ട്രസ്. ഹെഡ് മിസ്ട്രസ് അല്ലേ? ലിൽ മുദീറത്തി, ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് ടീച്ചർ പറഞ്ഞു. അതെ. താലിബാത്തു, ആ പെൺകുട്ടികൾ, ഈ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ വിദ്യാർത്ഥികൾ, സംഗതി മനസ്സിലായില്ലെന്ന് ഉദ്ദേശിച്ചു. ഈ വിദ്യാർത്ഥിനികൾ, അതെ. യഗ്ബിന കഥീറൻ, ഒരുപാട് ഗായിബാണ്, ഒരുപാട് ആബ്സെന്റ് ആണ്. നമ്മളെ ക്ലാസ്സിലല്ല പറഞ്ഞത്, നമ്മളെ ക്ലാസ്സിൽ പെൺകുട്ടികളാണ് ആദ്യം വരുന്നത്. അടുത്തത് അസാദിസ്. ബുഖാരി ഉള്ള കാര്യമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എവിടെ സഞ്ചരിക്കും? ആവിയിൽ സഞ്ചരിക്കുമെന്ന്. അദ്ദേഹം എഴുതുന്ന സമയത്ത് ആവി എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഡീസലും വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇലക്ട്രിക് ട്രെയിനാണ് ഉള്ളത്. ഇപ്പൊ ബുഖാർ. അപ്പൊ ബുഖാരി എന്ന് പറഞ്ഞാൽ ആരാ? അതെന്തുകൊണ്ടാ ബുഖാരി? ആവിയായ ആളൊന്നുമല്ല, അദ്ദേഹം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. ബുഖാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ബുഖാരി എന്ന് പറയുന്നത്. മക്കാരനെ മക്കി എന്ന് പറയും, മദീനക്കാരനെ മദനി എന്ന് പറയും. ഇന്ത്യക്കാരൻ
ഇന്ത്യക്കാരനെ ഹിന്ദി എന്ന് പറയും. ഹിന്ദി ഹിന്ദിയുൻ, ഹിന്ദിയുൻ ഹിന്ദിയുൻ. അങ്ങനെയാണ് ബുഖാരിയുൻ വന്നത്. അങ്ങനെയാണ് നമ്മൾ ബുഖാരി എന്ന് പറയുന്നത്. അസാബിയ ഫാക്കിഹാനിയുൽ ഫവാക്കിഹ. അർത്ഥം അർത്ഥം പറയും. അർത്ഥം ആറാമത്തെ അർത്ഥം പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. ഒന്ന് പറഞ്ഞേ. ട്രെയിൻ പറഞ്ഞതെല്ലാം ആവിയായി പോയോ? ആവിന്ന് മാത്രം ഉസ്താദെ കേട്ടുള്ളൂ, അതേ ഉണ്ടായത്. ട്രെയിൻ ആവിയിൽ സഞ്ചരിക്കുന്നു. ആവി കൊണ്ട് യസീറുൽ ഖിതാറു ബിൽ ബുഖാരി. മനസ്സിലായോ? ഇല്ല. മനസ്സിലായ വേറൊരാൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്ക്. ആവിയന്ത്രത്തിലുള്ള ട്രെയിൻ. യസീറു സഞ്ചരിക്കുന്നു, അൽ ഖിതാറു ട്രെയിൻ, ബിൽ ബുഖാരി ആവി കൊണ്ട്. അപ്പൊ ബുഖാരി ഇവിടെ ആവിയാണല്ലേ, ആവിയന്ത്രം. ബുഖാർ, ബുഖാരി അല്ല, ബുഖാർ ആവി. ബി വന്നതുകൊണ്ടാണ് ബിൽ ബുഖാരി എന്ന് വന്നത്. ഇമാം ബുഖാരിയുടെ പേര് എഴുതുമ്പോൾ ബുഖാരിയുൻ എന്നാണ് ശരിക്കും. ബുഖാരിയുൻ, അവസാനം യായുണ്ട്, യായു ശബ്ദാണ്. അപ്പം അതെന്താണ്, ബുഖാറ എന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ബുഖാരിയുൻ പറയുന്നത്. അടുത്തത് ഫാക്കിഹാനിയുൽ ഫവാക്കിഹ. എന്താ അർത്ഥം? ഫ്രൂട്ട് സെല്ലർ, ഫ്രൂട്ട്സ് വിൽക്കുന്നു. അപ്പൊ ഇമാം ഫാക്കിഹാനി ഉണ്ട്. അപ്പൊ അതേ ഒരു ഫാക്കിഹാനിയാണ്. ഫാക്കിഹത്തുൻ ഫവാക്കിഹു. ഫാക്കിഹത്തുൻ ജംഉഹു ഫവാക്കിഹു. അപ്പൊ ഫാക്കിഹത്ത് വിൽക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഫാക്കിഹാനിയൻ. ഫ്രൂട്ട് സെല്ലർ ഫാക്കിഹാനിയൻ. ഫാക്കിഹാനി ഫവാക്കിഹ വിൽക്കുന്നു. ഫ്രൂട്ട് സെല്ലർ ഫ്രൂട്ട്സ് വിൽക്കുന്നു. ഫവാക്കിഹ മുഅന്നസ മുസക്കറ ഏത്? ഫാക്കിഹാനി. ഫാക്കിഹാനി മുഅന്നസാണോ മുദക്കറാണോ? മുഅന്നസാണോ എന്ത് പറയും? ജമ്മാണോ ചോദിച്ചിട്ടുണ്ടാവുക. അല്ല, മുദക്കറാണെങ്കിൽ മുഅന്നസാണെങ്കിൽ അത്തു എന്ന് പറയും. ഈ പിന്നെ അപ്പൊ അങ്ങനെ ഒരു പേര് മാറൂലേ? എന്നുള്ള തബീ എന്നാവും. എന്നുള്ള തബീ ആവും. ഫാക്കിഹാനിയെ തായർത്താൽ ഫാക്കിഹാനിയത്ത് വരുമ്പം ആ ലേഡിയാണെങ്കിൽ ലേഡിയാകും ഫാക്കിഹാനി. പഴം വിൽക്കുന്ന സ്ത്രീ, പഴക്കച്ചവടക്കാരി. ഇവിടെ പഴക്കച്ചവടക്കാരി. തബീഉൽ ഫാക്കിഹാനിയത്തുൽ ഫവാക്കിഹ. തബീഉൽ ഫാക്കിഹാനിയത്തുൽ ഫവാക്കിഹ. ഓക്കെ. അറാബി അശ്രീൻ തഅമ്മൽ മായലി യബിഉ ലം യബി. അപ്പം ലം വരുമ്പോൾ ലം യബി, ലം വന്നാൽ അവസാനം സുക്കൂൻ വരണം. അതുകൊണ്ട് ഇടയിലുള്ള യാവോ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാത്തുണ്ട്. അങ്ങനെയാണ് ലം യബി എന്ന് പറയും. ലം യഖുൽ എന്നൊക്കെ പറയുന്ന പോലെ. ലാ യൽതഖി സാക്കിനാനി, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരികയില്ല. അതേപോലെ തബീഉ ലാ തബീ. അപ്പോ ലമ്മും ലായും ഒരേ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ് ഫലത്തിൽ. അതായത് വ്യാകരണത്തിന്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ. ലമ്മും ഇൻ ലം ലാ, ഇൻ ലം ലാമുൽ അംർ ലാ അന്നാഹിയ. അപ്പൊ നഹിയുടെ ലായാണ്. അപ്പൊ ലാ തബീയ എന്ന് വരുമ്പോഴത്തേക്ക് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ലാ തബിയ എന്ന് പറയുന്നത്. അപ്പോ ലാ തബീഉ അൽ അംർ കൽപ്പനക്രിയ വരുമ്പോ ബി എന്നാണ് വരേണ്ടത്. അതിന് രണ്ട് സുക്കൂൻ വന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു സുക്കൂൻ ഒഴിവാക്കി. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മുകളിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ സമ്മറൈസ് ചെയ്തിരിക്കുക. കാരണം യബിയുവിന് ലം വന്നാലും അവസാനം ഇടയിലുള്ള ദുർബലാക്ഷരം പോവും. അതേപോലെ വിരോധക്രിയ വന്നാലും ഇടയിലുള്ള യാ പോവും. കൽപ്പനക്രിയ വന്നാലും ഇടയിലുള്ള യാ പോവും. കാരണം ഇതിന്റെ എല്ലാം ഒരേ കാരണമാണ്. ഇത് മൂന്നിനും എന്താണ്, ലം വന്നാൽ അവസാനം സുക്കൂനാകും. അതേപോലെ വിരോധക്രിയ വന്നാൽ അവസാനം സുക്കൂനാകും. കൽപ്പനക്രിയ വരുമ്പോഴും അവസാനം സുക്കൂനാവും. അങ്ങനെ അവസാനം സുക്കൂൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മധ്യാക്ഷരം ദുർബലാക്ഷരമാണെങ്കിൽ ആ ദുർബലാക്ഷരത്തിന് സുക്കൂനായിരിക്കും. അപ്പൊ എന്താവും,
അത് ആ രണ്ട് സുഖം ഒരുമിച്ച് വരുന്നതുകൊണ്ട് ദുർബലാക്ഷം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനൊരു മുതിയറു ലമ്മ യജ് ലമ്മ യജ്. അപ്പോ മിഡിൽ ഈസ്റ്റിലോട് എന്താ പറയാ? ലമ്മ യജി. ഹംസ് പറയൂല അവര്. മാജി എന്ന് അതെ പറയൂലേ? അതെ. മാജി മാജി. മാജി മാജി എന്ന് പറയും. ശരിക്കും ലം യജിയാണ് പറയേണ്ടത്. വന്നില്ല, ആള് വന്നില്ല എന്നുണ്ടെങ്കിൽ മാ ജാ എന്നാ പറയേണ്ടത്. അല്ലെങ്കിൽ ലം യജി എന്ന് പറയണം. ലമ്മിന്റെ അതേ ആക്ഷനാണ് ലമ്മാക്കുള്ളത്. ഇൻ ലം ലമ്മ ലാമുൽ അമ്ര. ലമ്മയുടെ സെയിം ആക്ഷനാണ്, ലമ്മിന്റെ സെയിം ആക്ഷനാണ് ലമ്മാക്കുള്ളത്. അവസാനം സുക്കൂൻ കൊടുക്കണം. ഇപ്പൊ ലമ്മ യജി, നോട്ട് യെറ്റ്, നോട്ട് യെറ്റ് കം. അസാനി യാ അലിയു ലാ തബിഅ ഹാദിഹി സയ്യാറത്ത എഴുതിർക്ക. ആ അലി ഈ കാർ വിൽക്കരുത്, അത് മറ്റേത് വയ്ക്കുക. ബെൽത്തിൽക്ക, ആ കാർ വയ്ക്കുക, ഈ കാറ് വിൽക്കരുത്. വിൽക്കരുത്. വേറെ വാങ്ങിക്കാം. ലാ തബിർ. അപ്പൊ ഇവിടെ നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് ലാ തബിർ ലാ തബിഅ. എന്ന, അപ്പൊ വിരോധക്രിയ വന്നപ്പോൾ ആ ഇടയിലുള്ള യാ പോയി. അതേപോലെ ദ്യ എന്ന് പറഞ്ഞപ്പോ കൽപ്പനക്രിയയിലും ഇടയിലുള്ള യാ പോയി. അസാലിസ്, അടുത്ത ആള്. ലാ തഗിബ് കസീറൻ യാ ഹാമിദു. ആ എന്താർത്ഥം? ഒരുപാട് ആബ്സെന്റ് ആവുന്നുണ്ട്. ഹാമിദേ. അറാബിയ, അടുത്ത ആള്. അബിഅത്ത സിയാറത്തക യാ സയ്യിദി ലാ ലം അബിഅഹ. അബിഅത്ത നീ വിറ്റുവോ? നീ അബിഅത്ത സിയാറത്ത നീ നിന്റെ വാഹനം വിറ്റുവോ? യാ സയ്യിദി സാറേ. ആ ലാ ലം അബിഅഹ ഇല്ല, അതിനെ ഞാൻ വിറ്റില്ല. വിട്ടിട്ടില്ല. ജെന്റിൽമാൻ എന്നല്ലേ വരുന്നുള്ളൂ, സാറേന്ന് വരുന്നു. ആ ജെന്റിൽമാൻ എന്ന അർത്ഥത്തിലാണ്. സാർ പറയുമ്പോഴും നമ്മൾ ഈ ജെന്റിൽമാനെയൊക്കെ നമ്മൾ സാർ എന്നാ പറയുന്നത്. അതാണ് കുഴപ്പം. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാർ പറയുന്നത് സാറേ എന്ന് വിളിക്കരുതെന്നാണ്. അതെ. കാരണം സാർ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന സാറിനേക്കാളും കുറെ കൂടെ നമ്മളിപ്പം പിന്നെ എന്താ പറയാ, പ്രഭു എന്ന അർത്ഥത്തിലാണ് സാർ ഉള്ളത്. നമ്മളെല്ലാ സാറുമാരുടെ മുന്നിൽ, വെള്ളക്കാരുടെ മുന്നിൽ ഒച്ചാനിച്ച് നിന്നത് കൊണ്ടാണ് പിന്നെ അവരെ സാർ എന്ന് വിളിക്കുന്നത്. പിന്നെ അപ്പോഴും നമ്മൾ ഇന്ത്യയിലും നിയമം ഇറക്കിയിട്ടുണ്ട് സാർ എന്ന് വിളിക്കരുത്. ഇന്ത്യയിലാണോ കേരളത്തിലാണോ ഏതായാലും നിയമം കണ്ടിരുന്നതാണ്. സാർ എന്ന് വിളിക്കരുതെന്നാണ് ഇവിടെയുള്ളത്. പക്ഷേ നമ്മൾ വീണ്ടും എല്ലാവരെയും സാർ എന്ന് വിളിച്ചാലേ നമ്മൾ കാര്യം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ഫയലും പേപ്പറൊക്കെ അവിടെ ചുവപ്പ് നാണയിൽ കെട്ടി വെച്ചേക്കും. കൈക്കൂലി കൊടുക്കരുതെന്നാണല്ലോ നിയമം. കൈക്കൂലി കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം എന്നതുപോലെ. അപ്പൊ സാറെന്തെങ്കിലും വിളിച്ചില്ലെങ്കിൽ കാര്യം നടക്കില്ല. അതേപോലെ ഗൾഫിലും അങ്ങനെയാണ്. ചില ആൾക്കാർ തലക്കനം ഉണ്ടാവും. അവരെ നമ്മൾ സാറേ എന്ന് വിളിച്ചെങ്കിലേ ഇന്ത്യയുള്ളൂ കാര്യം നടക്കുള്ളൂ. ശരിക്കും സയ്യിദ് എന്ന് പറയുമ്പോൾ മൈ ലീഡർ. അപ്പോ ആ ഒരു സയ്യിദ് പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇവിടെ യാ സയ്യിദി ഇല്ലാത്തൊരു പരിപാടി ഇല്ല സാർ. എവിടെ പോയാലും യാ സയ്യിദി പറയണം. അതെ, പറയണം. പക്ഷെ ശരിക്ക് ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ അഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. യാ അഹി, യാ അഹി എന്നാണ് ഉപയോഗിക്കുക ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ. നമ്മൾ കത്തെഴുതുമ്പോഴത്തേക്ക് നമ്മൾ കത്തെഴുതുന്ന ആ സയ്യിദ് എന്നാണ് എഴുതുന്നത്. അഡ്രസ് എഴുതുമ്പോഴത്തേക്ക് ആ സയ്യിദ്. പിന്നെ കമ്പനിയുടെ പേരാണെങ്കിൽ ആ സാദ് എന്ന് എഴുതും. അപ്പൊ ആ സയ്യിദ് വരുന്നതിന് പകരം ഇസ്ലാമിസ്റ്റുകളാണ് എന്ത് എഴുതുക? അൽ അഹ് എന്നാണ് എഴുതുക. ഒരു സയ്യിദ് ഉപയോഗിക്കാറില്ല. അല്ലാഹ് നമുക്കറിയാം, ബ്രദർ എന്നാണ് ഉപയോഗിക്കുക. കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. ഓക്കെ. മുലാഹദത്തുൻ തുക്തബൽ ഹംസത്തു ഫി യജീഉ. അവിടെ ഒരു എന്താണ്, ഇവിടെ നമ്മളെ യജീഉ വന്നപ്പോഴത്തേക്ക് എന്തായി? നമ്മൾ നേരത്തെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. യജീഉ അവിടെ ദീർഘത്തിന് ശേഷമാണ് ഹംസ വരുന്നതെങ്കിൽ യാ ദീർഘത്തിനുള്ള യായാണ്. അതുകൊണ്ട് ഹംസിന്റെ സീറ്റ് അല്ല. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഹംസ് ഫ്ലോറിലാണ് എഴുതേണ്ടത്. അതായത് യായുടെ പുറത്താണ് ഹംസ എഴുതേണ്ടത്.
അപ്പോ തുക്തബുൽ ഹംസത്തു ഫി യജീഉ ബഅദൽ യാഇ, യാഇന് ശേഷമാണ് യജീഉൽ ഹംസ എഴുതുക. ലം യജീ വരുമ്പോഴോ അവിടെ യാ എന്തിനുള്ളതാണ്? യാ ഹംസിന്റെ കുർസിയാണ്. അപ്പൊ യാഇന്റെ മുകളിലാണ് ഹംസ എഴുതേണ്ടത്, അവിടെ ദീർഘല്ല, ദീർഘമല്ല. അപ്പൊ ലം യജ് എന്ന് പറയുന്നത് ദീർഘമല്ല. അവിടെ എന്താണ്? ഹംസ ഹംസിന് മുമ്പ് കെസ്റുള്ള അക്ഷരം ആയതുകൊണ്ട് യാഇന്റെ മുകളിലാണ് ഹംസ എഴുതേണ്ടത്. യജീഉ എന്ന് ദീർഘം വരുമ്പോൾ ദീർഘത്തിന് ശേഷം ഹംസ വന്നത് കൊണ്ട് ഹംസ് പുറത്താണ് എഴുതുക. തഅമ്മൽ മയലി ഹാമിദിൻ നാമ, ഇതിനടുത്ത് നാമ. ആമിനത്തു അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നിർത്താൻ പോവാണ്. നേരത്തെ പഠിച്ചതെല്ലാം പറഞ്ഞു തുടങ്ങിയോണ്ട് മാത്രം പറയാം. സാറ യസീറു ജാഅ യജീഉ പോലെ വരുന്നതാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ കാല യഖൂല് പറഞ്ഞു തോന്നുന്നു അല്ലേ? കാല യഖൂല് പറഞ്ഞില്ലേ? കാല യഖൂലൊക്കെ പറഞ്ഞു. അപ്പം കാല യഖൂല് പറഞ്ഞു, ബഅ യബീഉ പറഞ്ഞു, അതേപോലെ കാല യഖൂല് പോലെ. അപ്പൊ ജാ യജീഉ ഒക്കെ വന്നു. അതായത് കെസ്റുള്ളതും വന്നു, വാവുള്ളതും വന്നു, യാ ഉള്ളതും വാവുള്ളതും വന്നു. ഇനി പറയാൻ പോകുന്നത് അലിഫുള്ളത്. നാമ യനാമു. അപ്പൊ നാമ യനാമു വരുമ്പോഴത്തേക്ക് എന്താകും? നം എന്നാണ് കൽപ്പനക്രിയ വരിക. അതേസമയം നാമ യനാമു വരുന്നതിൽ അൻത നിംത എന്നാണ് വരിക. നാമനാമു നിംത നിംതു എന്നുള്ള മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബനാത്ത് വരുമ്പോ നിംന എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് വായിച്ചു നോക്കുക. എന്നിട്ട് യഖാഫു അതേപോലെ എഴുതണം. യഖാഫും യശാഉം. കാരണം നാമ യനാമു പോലെയാണ് ഖാഫ് യഖാഫു, ഷാ യശാഉ. ഓക്കെ, ഇതെല്ലാം വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അതേ സംഭവം തന്നെയാണ്. പിന്നെ നാമയുടെ കംപ്ലീറ്റ് നാമ തന്നെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ എഴുതിയിട്ടാൽ നമുക്ക് അത്രയും സമയം കുറയാം. അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ നാമയുടെ സംഗതികളൊക്കെ എഴുതാൻ പറഞ്ഞാൽ എഴുതിയില്ല. എഴുതേണ്ടത് ഹാഫയും കാതയും. നാമ ഇവിടെ വന്നിട്ടുണ്ട്. ഹാഫയും കാതയുമാണ് എഴുതേണ്ടത്. ഹാഫയും കാതയും. അപ്പൊ ഏത് കാതയായിരിക്കും ഇത്? നാമ യനാമ പോലുള്ളതാണെങ്കിൽ കാത ഏത് കാതയായിരിക്കും? കാത യക്കാദു ആണ്. അപ്പൊ യക്കാദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യക്കാദുൽ ബർഖ് യഖ്തഫു അബ്സാറഹും. അപ്പൊ എന്തായാലും കുറെ വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കിയിട്ട് എഴുതി ഗ്രൂപ്പിൽ ഇടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته.